ഹലോ. അങ്ങനെ മറ്റൊരു സൺഡേ. എല്ലാ സൺഡേയും അമ്പലത്തിലേക്ക് പോവാന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാഴ്ച അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു ഭാരമാണ്. അപ്പൊ എല്ലാ ആഴ്ചയും ഞങ്ങൾ പോവാറുണ്ട്. ഇനി സൺഡേ എനിക്ക് പറ്റാത്ത സമയങ്ങളിലെല്ലാം ഞങ്ങൾ അതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാനും കുട്ടേട്ടനും മാത്രമായിട്ട് പോകും. അപ്പോൾ ഇന്ന് നമുക്ക് പുണ്യാഹൊക്കെ വാങ്ങാണ്ട്. അതാണ് കയ്യിലൊരു പാത്രം. അങ്ങനെ വേഗം തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കും. അതും നിർബന്ധമുള്ള കാര്യമാണ്. കൂട്ടാതെ പോകുന്നതാണ് ഗൈസ്. പോയി മതി. പോയിട്ട് മതി. അങ്ങനെ മക്കളെ വീട്ടിലാക്കിയിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനാണ് പോകുന്നത്. പ്രത്യേകിച്ച് ബഡ്ജറ്റിക്കൊന്നും മക്കളെ കൊണ്ടുപോകാറില്ല. കൊണ്ടുപോയി കഴിഞ്ഞ് മനസ്സമാധാനത്തിൽ ഒരു സാധനം എടുക്കാൻ അവര് സമ്മതിക്കില്ല. ഇവിടെ എന്തെങ്കിലും ഓഫറിൽ സാധനങ്ങളുണ്ട്, അവിടെ പോയി നോക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പോയത്. പക്ഷെ എനിക്കൊന്നും അവിടെ ഇഷ്ടമായില്ല. ഇഷ്ടമായില്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. എനിക്കത് പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് തരികയാണ് ഇഷ്ടമുള്ള കാര്യമില്ല. ബഡ്ജറ്റ് പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി. എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇവിടുന്ന് ആ സാധനങ്ങൾ മേടിക്കാറ്. പൊതുവെ ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓഫറിൽ സാധനങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. മക്കളെ കൊണ്ട് വരുമ്പോ ഒരു രസം, ഇല്ലാതെ നമ്മൾ രണ്ടാളായിട്ട് വരുമ്പോ അത് വേറൊരു രസം. മക്കള് തന്നെ ചെറുതായിരുന്ന സമയത്ത് എന്റെ കിളിയൊക്കെ ഇങ്ങനെ പറന്നു പോയൊരു ടൈം ഉണ്ടായിരുന്നു. നമ്മളൊരു പോസ്റ്റ് പാർട്ടം ടൈം എന്ന് പറയില്ല, ആ സമയത്ത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക എന്നുള്ളത്. മക്കൾക്ക് വേണ്ടി മാത്രമല്ലാതെ നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇടയ്ക്ക് കുറച്ച് ടൈം കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത ഷോട്ടിലൂടെ കാണാം. അതുവരെയും